എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ മോനട്ട് പെണ്ണ് അവളാണെങ്കിൽ ആ ബസർ അമർത്താനായിട്ട് അങ്ങനെ അടുത്ത് വരും. ഇവിടെ ആ ട്രക്കിലാണെങ്കിൽ ലൂഫി ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അവരെത്രയും വേഗം പുറത്തെത്തും എന്ന വിശ്വാസത്തിലാണ് അവൻ. അതേസമയം മൊമന്റോസ്കി അവനാണെങ്കിൽ അവന്റെ പപ്പയെ കെട്ടിപ്പിടിച്ച് കരയും. ബ്രൂക്ക് പറയും, പ്ലീസ് നീ എഴുന്നേറ്റ് മാറ്, എന്റെ പപ്പയുടെ അടിയിൽ ഞാനുണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും വെയിറ്റ് ഒന്നും എന്നെ കൊണ്ട് താങ്ങാനായിട്ട് കഴിയില്ല. നാമി ആണെങ്കിൽ മൊമന്റോസ്കിയെ കണ്ട് ഷോക്കായിട്ട് ഇപ്പൊ ലൂഫിയോട് ചോദിക്കും, ഇതിനെയൊക്കെ നിനക്ക് എവിടുന്നാ കിട്ടിയേ? അതിന് ലൂഫി പറയും, ഡ്രൈനേജിൽ നിന്ന് കിട്ടിയതാണ്. ഇവനാണ് സാമുറായി അന്വേഷിച്ച് നടന്ന ആളുടെ മകൻ മൊമന്റോസ്കി. മൊമന്റോസ്കി ആണെങ്കിൽ നിർത്താതെ കരഞ്ഞ് ഇപ്പൊ തളർന്നു വീഴും. കാരണം അവൻ ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. നാമിക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഇവൻ ഇതില് ആരെയാണ് പപ്പ പപ്പ എന്ന് വിളിക്കുന്നത്? ഇവൻ ഒരുപക്ഷെ ഇവൻ ബ്രൂക്കിന്റെ മകനാണെന്നൊക്കെ ചിന്തിച്ച് അവൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ട്രഫാർഗറിലോ ആളാണെങ്കിൽ സ്ട്രെയിറ്റ് നോക്കും, ദൂരത്ത് എവിടെയും ഒരു വെളിച്ചം പോലും കാണുന്നില്ല. ഇനിയും എത്ര ദൂരം നമ്മൾ കടന്നു പോകണം പുറത്തെത്താനായിട്ട്? അധികം നേരം ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല. എത്രയും വേഗം പുറത്തെത്തിയിട്ടില്ല എങ്കിൽ ഒന്നുകിൽ ഈ ലാബ് ഇടിഞ്ഞു വീഴും, അല്ലെങ്കിൽ ആ പോയിസൺ ഗ്യാസ് അത് ഇവിടെ മുഴുവൻ സ്പ്രെഡ് ആവും. അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ കപ്പലിന്റെ ഭാഗത്താണെങ്കിൽ വലിയ പൊട്ടിത്തെറിയൊക്കെ നടക്കുകയാണ്. സീസർ ആണെങ്കിൽ ഇതുവരെ സ്മോക്കറിന്റെ ഹാർട്ടിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. അവൻ ഇപ്പോഴും ആ ഹാർട്ട് കയ്യിൽ വെച്ച് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ഏതെങ്കിലും പാസേജ് അത് കാണുന്നുണ്ടോ എന്ന് നോക്കി വെയിറ്റ് ചെയ്തിരിക്കും. ഇവിടെ മോണിറ്റ് അവൾ ഇപ്പോഴും ബസറിൽ പ്രസ് ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് എല്ലാരെ കുറിച്ചും ആലോചിക്കും. ട്രഫാർഗറിലോ ലൂഫി, സോൾജിയേഴ്സ്, അവരുടെ മഞ്ഞ വില്ലന്മാര്, അങ്ങനെ എല്ലാവരെയും. ഞാൻ ഈ ബസർ അമർത്തിയ ഉറപ്പായാലും എന്റെ ഒപ്പം ഇവരെല്ലാവരും മരണപ്പെടും. എനിക്ക് എന്റെ ബോസിന് കൊടുത്ത വാക്കാണ് വലുത്. എന്റെ ബോസിന് വേണ്ടി ഞാൻ ഈ ബസർ അത് അമർത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒരു നിമിഷം ആ ബിൽഡിങ്ങിന്റെ ഓരോ സ്ഥലവും അങ്ങനെ കാണിക്കുകയാണ്. അതിനുശേഷം അവൾ ആ ബസറിൽ പ്രസ് ചെയ്യും. ക്ലിക്ക് ക്ലിക്ക് എന്ന് വലിയ ശബ്ദത്തിൽ ആ ബിൽഡിംഗ് പൊട്ടിത്തെറിക്കും. ബിൽഡിങ്ങിന്റെ എല്ലാ ഭാഗവും ഇപ്പൊ തീയിൽ കത്തി എരിയുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർ ഷോക്കാവും. പക്ഷേ ട്രക്കാണെങ്കിൽ അപ്പോഴും നിൽക്കാതെ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കാണിക്കുക. ആക്ച്വലി അവൾ അമർത്തിയത് മറ്റൊരു ബട്ടണാണ്. ആ മെയിൻ ബട്ടൺ അമർത്താൻ അവളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അവളുടെ ഹാർട്ട് ബീറ്റ് അതിപ്പോ കൂടി കൂടി വരും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൾ കൈവച്ച് ബട്ടണിലേക്ക് തന്നെ നോക്കി അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ ഇവിടെ സിഗ്നൽ വരും. അവന് മനസ്സിലാവും ഇപ്പോഴും അവൾ ആ ബസർ അത് അമർത്തിയിട്ടില്ല എന്ന്. മറ്റൊരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ ഷോക്കായിട്ട് വലിയൊരു പൊട്ടിത്തെറി ശബ്ദം, അത് നിങ്ങൾ കേട്ടില്ലേ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ആ സാഡ് റൂമിൽ എന്തോ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായതാണ്. ക്യാമറ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ ആ ലാബ് കാണിക്കും. ട്രഫാർഗറിലോടെ വെട്ടില് ആ ലാബ് രണ്ടായി പോയിരിക്കുകയാണ്. ഇവിടെ മോണിച്ച് അവള് വായിലൂടെ ചോര തുളുമ്പി അങ്ങനെ വീണ് കിടക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ സീസർ അവൻ സ്മോക്കറിന്റെ ഹാർട്ടാണെന്ന് കരുതി കത്തി കുത്തിയിറക്കിയത് അത് സാക്ഷാൽ മോണറ്റിന്റെ ഹാർട്ടിലാണ്. ഇവിടെ ജോക്കർ ആണെങ്കിൽ മോണറ്റിനെ വിളിച്ചുകൊണ്ടേയിരിക്കും, മോണറ്റ് നിനക്ക് എന്തു പറ്റി? എന്തുകൊണ്ടാണ് നീ ആ ബട്ടൺ പ്രസ് ചെയ്യാത്ത? ഇവിടെ സ്മോക്കർ ആണെങ്കിൽ ട്രഫാർഗറിലോട് പറയും, നമുക്ക് രണ്ടുപേർക്കും ദിശ മാറി രണ്ട് വഴിയിലേക്ക് പോകാനായി സമയമായിരിക്കുകയാണ്. ഉടനെ ട്രഫാർഗറിലോ ആണെങ്കിൽ ഓക്കെ, പിരിയുന്നതിന് മുൻപ് ചെറിയൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് സ്മോക്കറിന് അവന്റെ ഹാർട്ട് കൊടുക്കുകയാണ്. സ്മോക്കർ ആണെങ്കിൽ അത് കണ്ട് വണ്ടടിക്കും. അപ്പോഴായിരിക്കും ട്രഫാർഗറിലോ പറയാ, ഞാൻ ആദ്യമായിട്ട് സീസറുമായി കണക്ട് ആയതിനു ശേഷം അവൻ എന്റെ മുൻപിലേക്ക് വെച്ച ഒരേ ഒരു ഡിമാൻഡ് അത് ഇതായിരുന്നു, എന്റെ ഹാർട്ട് അത് അവന് കൊടുക്കണം. പകരമായിട്ട് മോണറ്റിന്റെ ഹാർട്ട് അതവൻ എനിക്ക് തരും. സോ അവൻ എനിക്ക് മോണറ്റിന്റെ ഹാർട്ട് തന്നു. ഫൈറ്റിന്റെ ഇടയിൽ നമ്മുടെ 3 പേരുടെ ഹാർട്ടുകൾ ഞാൻ പരസ്പരം ഷഫിൾ ചെയ്തു. അതിനുശേഷം മോണറ്റിന്റെ ഹാർട്ട് അത് ഞാൻ സീസറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെയാണ് സീസറിന്റെ കയ്യിൽ റോങ് ആയി മോണറ്റിന്റെ ഹാർട്ട് എത്തിയതും അവനത് വെപ്പനെടുത്ത് കുത്തി തകർത്ത് ഇല്ലാതാക്കിയതും. മോണറ്റിനാണെങ്കിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ സേഫാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ജോക്കർ അവൻ വമ്പം കലുപ്പില് അങ്ങനെ മുരച്ചിരിക്കുന്നു. ഇവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ചുന്ദരിപ്പെണ്ണ് വില്ലത്തി അവളാണെങ്കിൽ ഫ്രാങ്കെ തകർത്ത് താഴിട്ടിരിക്കുകയാണ്. ഇത് വെറും എന്റെ സാമ്പിൾ ഫൈറ്റ് ആണ്. എന്റെ അടുത്ത് കളിച്ച നിനക്ക് പിന്നെ ജീവൻ ബാക്കി ഉണ്ടാവില്ല. മര്യാദയ്ക്ക് ഞാൻ പറയാണ്, ഇപ്പൊ തന്നെ തോൽവി സമ്മതിച്ച് നീ തിരികെ പോകുന്നതാണ് നിനക്ക് നല്ലത്. ഞങ്ങൾക്ക് ആവശ്യം ആ സീസർ ആണെന്ന് പറഞ്ഞ് അവള് വമ്പ പോസൊക്കെ ഇട്ട് നിൽക്കും. ഇവിടെ ആ വില്ലനാണെങ്കിൽ അവൾ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെപ്പൻസ് ഒക്കെ പെറുക്കി കൂട്ടി എടുക്കുകയാണ്. അതെല്ലാം തന്നെ കഷ്ണങ്ങളായി പോയി കഴിഞ്ഞു. അപ്പോൾ ആ വെപ്പൻസ് എല്ലാം അവൾക്ക് വിറ്റ ആളെ ഒരു സെക്കൻഡ് ആലോചിക്കും, വാവ്, അവനെ കാണാൻ ശരിക്കും ചുന്ദരനായിരുന്നു. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൻ അത്രയും വെപ്പൻസ് ചെറിയ പൈസക്ക് എനിക്ക് തന്നതെന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ അവരെ സ്വപ്നം കണ്ട് നിൽക്കും. വില്ലൻ ആ വെപ്പൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ
തല്ലിപ്പൊളി വെപ്പൻസ് ആയിരുന്നു എന്ന്. അവളെ പറ്റിച്ച് അവൻ ക്യാഷ് ഒക്കെ അടിച്ചു മാറ്റി ഈ പൊട്ട വെപ്പൻസ് എല്ലാം ചുന്ദരിപ്പെണ്ണ് വില്ലത്തിയുടെ തലയിൽ കെട്ടിവെച്ചു. അവളാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഫ്രാങ്കിയെ നോക്കുമ്പോഴായിരിക്കും ഫ്രാങ്കി അവനാണെങ്കിൽ പുത്തം പുതിയ റോബോട്ടായിട്ട് അവളുടെ മുൻപിലേക്ക് വരികയാണ്. അവൾക്ക് വീണ്ടും ഡബിൾ ഷോക്ക്. എന്ത് കരുതി നിന്റെ ഒരു അറ്റാക്കില് ഞാൻ തകർന്ന് തരിപ്പണാകുമെന്നോ? എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നെ ഉറപ്പായും തോൽപ്പിക്കും, ഞങ്ങളുടെ 1000 സണ്ണി കപ്പല്, അതിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയും. അത് കേട്ട് അവൾക്ക് കലി കയറി. അവൾ മുകളിലേക്ക് എടുത്തു ചാടി വീണ്ടും അവളുടെ വെപ്പനുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അവൾ സെക്കൻഡുകൾ കൊണ്ട് ഒരുപാട് ബുള്ളറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഫ്രാങ്കെ ഷൂട്ട് ചെയ്യാണ്. പക്ഷേ ഫ്രാങ്കിയുടെ ബോഡി അതിപ്പോ മെറ്റലാണ്. അതിൽ ആ ബുള്ളറ്റ്സ് എല്ലാം തട്ടി തിരികെ അവളുടെ നേർക്ക് തന്നെ പോകും. സുന്ദരിപ്പെണ്ണ് വില്ലത്തിയാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവളുടെ അസിസ്റ്റന്റ് വില്ലൻ അവനാണെങ്കിൽ ഓരോരോ വെപ്പൻസ് ആയിട്ട് അവൾക്ക് ഇട്ട് കൊടുത്തോണ്ടേയിരിക്കും. അതുപയോഗിച്ച് അവൾ ഫ്രാങ്കിയായിട്ട് ഫൈറ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ ഇപ്പോഴും ആ ട്രോളിയില് 110 പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവർക്ക് എവിടെയും ഓപ്പണിങ്ങോ ഡോറോ ഒന്നും തന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവര് പോകുന്ന വഴിയിലൂടെ എല്ലാം തന്നെ ഇപ്പൊ ആ ഒരു ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞ് കല്ലും വലിയ വലിയ കട്ടുകളും ഒക്കെ താഴേക്ക് വീഴാണ്. അത് കണ്ട് കുഞ്ഞുങ്ങള് അവരുടെ തലയൊക്കെ അങ്ങനെ താഴ്ത്തിയിരിക്കും. വലിയൊരു കല്ല് ആ ട്രോളിക്ക് നേരെ വരുന്ന കണ്ട ലൂഫി അത് തട്ടിത്തെറിപ്പിക്കുകയാണ്. പക്ഷേ മുൻപിലായിട്ട് അവർ പോകുന്ന വഴി മുഴുവൻ നല്ല ഡീപ്പായിട്ട് തകരാൻ പോവുകയാണെന്ന് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും. ഇനിയും അതുവഴി ഒരുപാട് ദൂരം പോയാൽ വലിയ അപകടം ഉണ്ടാവും. അടുത്ത നിമിഷം ഒരു കൂട്ടം കല്ലുകൾ അവർ പോകുന്ന ആ പാതയിലേക്ക് വീഴുകയാണ്. ജോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ റെഡിയാവും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീർച്ചയായിട്ടും നമുക്കത് കടന്നു പോകാൻ പറ്റും. ട്രോളി ഉരുണ്ട് ആ വലിയ കല്ലിന്റെ അടുത്തെത്തും. ജോറോ ആ കല്ല് രണ്ടായിട്ട് വെട്ടി വീശി നമ്മുടെ ആൾക്കാരുടെ ട്രോളി അത് നല്ല വേഗതയിൽ മുൻപോട്ടേക്ക് കുതിക്കും. G5 സോൾജേഴ്സിന് ഭയങ്കര സന്തോഷം. ഇനി മുതൽ സ്ട്രോഹാർ ലൂഫിയൻ ടീം അവർ നമ്മുടെ എനിമിയല്ല, നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞ് അവര് കൈയൊക്കെ പൊക്കി ഇപ്പൊ തുള്ളിച്ചാടും. റോബിനാണെങ്കിൽ മുകളിലേക്ക് നോക്കും. ഈ ബിൽഡിംഗ് അത് മുഴുവനായിട്ട് ഇടിഞ്ഞു വീഴാൻ അധികം സമയമൊന്നും ബാക്കിയില്ല. ഇത് മൊത്തം ഇടിഞ്ഞു വീണ സോറോയെ കൊണ്ടെന്നല്ല ആരെ കൊണ്ടും ഇത് വെട്ടിത്തെറിപ്പിക്കാനൊന്നും ആവില്ല. സോ നമ്മളിപ്പോ വലിയ അപകടത്തിലാണ്. റോബിൻ ഇത്രയും വലിയൊരു കാര്യം സിമ്പിൾ ആയിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഉസോപ്പിന് ഷോക്കാവും. റഫാർഗർലോ ആണെങ്കിൽ അവരോട് എല്ലാവരോടുമായിട്ട് പറയും, നമ്മൾ പുറത്തേക്ക് എത്തിയാലും അവിടെ പോയിസൺ ഗ്യാസ് ഉണ്ടാവും. അതിനെ താണ്ടി ആ കപ്പലിലേക്ക് എത്തുന്നത് അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. സോ നിങ്ങൾ ആർക്കെങ്കിലും മിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് കേട്ട് നാമിയാണെങ്കിൽ കൈ ഉയർത്തി എന്നെ കൊണ്ട് പറ്റും എന്ന് പറയും. ഉസോപ്പ് കണ്ണൊക്കെ കൂർപ്പിച്ച് ദൂരേക്ക് നോക്കും. അപ്പൊ ചെറിയൊരു വെളിച്ചം കാണും. അതാണ് നമ്മുടെ ആൾക്കാരുടെ എക്സിറ്റ്. കട്ട് ചെയ്ത ആ ഡോഫ്ലമിംഗോ അവനിപ്പോ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒരു കോട്ടൊക്കെ ഇട്ട് അവൻ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങും. അല്പസമയം കഴിയുമ്പോൾ ഒരു കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ പേരൊക്കെ വിളിച്ച് ആ ബിൽഡിംഗ് മുഴുവൻ കയറി ഇറങ്ങി നടക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഡോഫ്ലമിംഗോ അവൻ നമ്മുടെ ആൾക്കാരെ ലക്ഷ്യമാക്കി ഐലാൻഡ് നോക്കി പറന്നു പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.